ചക്കത്തോരൻ. ഇതിന്റെ നമുക്ക് പൊടിച്ചക്ക ഇട്ടിട്ടുണ്ട്. ഈ പരുവത്തിലുള്ള ചക്കയാണ് അതിന് പറ്റിയത്. ഇതിന് ഇടിച്ചക്ക തോരൻ എന്നും പറയും. നമ്മള് തോരൻ വെക്കുന്ന ഇടിച്ചക്ക തോരൻ എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ പേര്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ മടല് ചെത്തി കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കണം. ഇതുപോലെ ഇങ്ങനെ ചെത്തി കളയണം. ചെറിയ പീസാക്കിയിട്ട് വേവിക്കുന്നത്. ചക്ക ഈ പരുവത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുക്കണം. ശരി, അപ്പൊ നമുക്ക് കഴുകിയെടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ട് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ കത്തിച്ച് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇതിടുന്ന് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. വേവുന്ന സമയം കൊണ്ട്. പിന്നെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ട സാധനം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില. ഇത് കടുക് വറുക്കാനായിട്ട് ഉഴുന്ന്, വറ്റൽമുളക്, തേങ്ങ. ഇത്രയും സാധനമാണ്. ഇത് നമ്മൾ ഈ പച്ചമുളകിന് എരി കുറവായതുകൊണ്ടാണ് ഈ ശകലം മുളക് പൊടിയും കൂടെ എടുത്തേക്കുന്നത്. എരി കുറഞ്ഞ പച്ചമുളക്. എരിയുള്ള പച്ചമുളക് കൂടെ കാന്താരി മുളകൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയുടെ ആവശ്യമില്ല. ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ കടുക് വറുക്കാനും കൂടെ ഉള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചക്കയുടെ അളവനുസരിച്ച് ഈ സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇത് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ജീരകം. 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കുടം വെളുത്തുള്ളി. വലിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ ചക്കയിൽ ഇട്ടത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പച്ചമുളക്, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ഇതെല്ലാം തേങ്ങയും കൂടെ ചേർത്ത് ചതച്ചെടുക്കണം. ഈ ബാക്കി തേങ്ങ അതിലോട്ട് ചേർക്കും. നമ്മൾ ജാറ് നിറഞ്ഞതുകൊണ്ട് ഇത് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചതച്ച് ഇതിന്റെ കൂടെ ചേർക്കും. ഈ ചതച്ചെടുക്കണം. നമ്മള് അരയ്ക്കുമല്ല ചെയ്യുന്നത്, ചതയ്ക്കുക ചെയ്യുന്നത് തോരന്. കുരുമുളക് ഇതെല്ലാം നല്ലോണം ചതഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. എന്തോ നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? ഇതിനെ നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഇത് ചതച്ചെടുക്കണം. അരകല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം.
ചക്ക ഈ പരുവത്തിന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനിയിപ്പം നേരെ കടുക് വറുത്ത് അരപ്പും ഇതുകൂടെ യോജിപ്പിക്കാം. ഉള്ളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുമക്കണം. ചുമന്നതിന് ശേഷം അരപ്പ് ചേർക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചേക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അരപ്പും ചക്ക അരപ്പും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നമ്മളിതിന്റെ നടുക്ക് ഭാഗത്തോട്ടൊന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് തീ കുറച്ച് വെച്ച് ഇതിന്റെ ആവിയിൽ ചക്കയും അരപ്പും കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കണം. ഇങ്ങനെ ചേർത്തങ്ങ് വയ്ക്കണം. ചേർത്ത് വെച്ചിട്ട് ഈ അടപ്പ് കൊണ്ട് അടച്ചു കഴിയുമ്പോൾ അതിന്റെ ആവിയിൽ നിന്ന് ഇതിന്റെ ആ അരപ്പിന്റെയും ചക്കയുടെയും ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് നല്ല പാകമായിട്ട് വരും. ഇതിനിപ്പോ എത്ര സമയം എടുക്കും? ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് അടച്ചു വെച്ച് ആവി കയറ്റാനായിട്ട്. തുറന്ന് ഇളക്കി നോക്കാം. നമ്മൾ ചക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പിടെ ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് എടുക്കാം. റെഡി ആയിട്ടുണ്ടല്ലേ? ഇത് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്നവർക്ക് നല്ല 5 പൈസ ചെലവില്ലാതെ ടേസ്റ്റുള്ള ഒരു സാധനം. ഒരു വിഷവും ഇല്ല, ആർക്കും കഴിയും. നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും എല്ലാം നല്ലോണം ചേർത്ത് വെക്കുന്നതുകൊണ്ട് വയറിന് ഒരു പ്രശ്നവും വരത്തില്ല. അത് മാത്രല്ല, ചക്ക എന്ന് പറയുന്നത് ഒരു വിഷം ഇടാതെ നമ്മുടെ ഒടിച്ചെടുക്കുന്ന ഒരു വിഷം ഒടിക്കുന്നില്ല. ഇച്ചിരി കൂടെ ഒന്ന് മൂക്കട്ടെ കേട്ടാണെന്ന്. അടച്ചു വെക്കണോ? അതോ അടച്ചു വെക്കണ്ട. ഇനി അടച്ചു വെക്കണ്ട. ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കിട്ടുന്ന വിഷം ഒന്നും അടിക്കാത്ത ചെറിയ ചക്ക ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.